അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്വപ്നത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു ഡ്രീം സ്റ്റോറി. സ്വപ്നം കാണാത്ത ആരാ ഉള്ളത് അല്ലേ? എല്ലാവരും സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല. എങ്ങനെയാണ് സ്വപ്നങ്ങൾ നമ്മളിൽ ഈ ഒരു ഇതിൽ വരുന്നത്, നമ്മളുടെ ചിന്തയിൽ വരുന്നത് എന്നുള്ളത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ സ്വപ്നം പറയാം. ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇത് റംസാനിൽ ലാസ്റ്റ് ആ ഒരു സമയത്ത് ലാസ്റ്റ് ഡേയ്സിലാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചിരുന്നു. ഞാൻ 10th അതായത് സ്കൂളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവൾക്ക് പെട്ടെന്ന് വയ്യായിക വന്നെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അത് പിന്നെ കഴിഞ്ഞ കൊല്ലം നടന്ന ഒരു കാര്യമാണ്. അത് ഈ കൊല്ലം അങ്ങനെ വിട്ടുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെ പിന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടും അല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നേയുള്ള സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് മരിച്ചുപോയ നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ നമ്മളെ സ്വപ്നത്തിൽ കൂടി വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. അവളെ അങ്ങനെ സ്വപ്നം കണ്ട കാരണം ഞാൻ അവൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തു. അപ്പോൾ എല്ലാവരും നമ്മൾ മറന്നു പോയിട്ടുള്ള അങ്ങനെ പലരും ഉണ്ടാവുമല്ലേ നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റീസ് മാറുമ്പോൾ നമ്മൾ പലരെയും മറക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ ആൾക്കാർ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. പിന്നെ അപ്പോൾ ആ സ്വപ്നം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലം. അത് ഭയങ്കര പച്ചപ്പുള്ള കാടൊന്നുമല്ല, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കാട്, പക്ഷേ ഹ്യൂജ് ആയിട്ടുള്ള മരങ്ങളുള്ള ഒരു സ്ഥലം. അങ്ങനെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മരിച്ചിട്ടുണ്ട്, നമുക്ക് ആ മരിച്ച ആളെ കാണണം, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോകണം എന്ന്, അങ്ങനെ രണ്ടിലെന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തോ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. അങ്ങനെ പോണ സമയത്ത് എൻ്റെ സ്കൂൾ മേറ്റ്സിനെ രണ്ടാളെ കാണുന്നു, പിന്നെ ജിദ്ദയിലുള്ള 2 ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പോയോണ്ടിരിക്കുമ്പോൾ ആരോ പറയണ് മയ്യത്ത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞു, അങ്ങനെ രണ്ടിലെന്തോ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ നല്ല പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. അപ്പം അവർ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതായത് ഈ പണ്ടത്തെ അമ്മൂമ്മ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ്, അതായത് വൈറ്റ് ബ്ലൗസും വൈറ്റ് മുണ്ടും ഒക്കെ എടുത്ത് തലയിൽ ഒരു വൈറ്റ് കളറിലുള്ള മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു സ്ത്രീ. പക്ഷേ അവർ നല്ല പ്രായം ഉണ്ടെങ്കിലും ഭയങ്കര എനർജറ്റിക്കാണ്. അതേപോലെ അവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ ലിപ്സ് ഭയങ്കര കേവി ആവുന്നുണ്ട്. അപ്പോൾ അതൊരു അൺയൂഷ്വലായിട്ട് ഫീൽ ചെയ്ത്. അങ്ങനെ പിന്നെ ആരോ എൻ്റെ അടുത്ത് പറയും, നിങ്ങളെ കൂടെയുള്ള ആ സ്ത്രീ ഹ്യൂമൻ ബീയിങ് അല്ല എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വപ്നം. പക്ഷേ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദുആ ചെയ്തു. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു സ്വപ്നം കാരണമാണ് ഞാൻ അവളെ ആലോചിച്ചതും അവൾക്ക് വേണ്ടി ദുആ ചെയ്തതും. അള്ളാഹു നമ്മുടെയൊക്കെ ദുആകൾ അക്സെപ്റ്റ് ചെയ്യട്ടെ അല്ലേ. എല്ലാവർക്കും മരിച്ചു പോയവർക്കൊക്കെ അവർക്ക് പീസ് ഉണ്ടാവട്ടെ അവരുടെ ബർസഖി ലൈഫിൽ. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ ഇങ്ങനെ മറന്ന് കിടക്കുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ, അവർക്കൊക്കെ നിങ്ങളെ വിട്ടുപോയ ആൾക്കാരൊക്കെ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക കേട്ടോ. പിന്നെ അപ്പോൾ അതാണ് നമ്മളുടെ ഡ്രീം സ്റ്റോറി. അപ്പം ഇങ്ങനെ ഒരുപാട് ഞാൻ സ്വപ്നങ്ങൾ കാണാറുണ്ട്, പലതരത്തിലുള്ള. എങ്ങനെയാണ് ഇതൊക്കെ സ്വപ്നമായി മാറുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക, നമുക്കറിയാലോ. പിന്നെ ഇത് പുട്ടുപൊടി വെച്ചുണ്ടാക്കിയ ഒരു കൽമ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ്. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ പുട്ടുപൊടി കുഴച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടുമൊന്നുമില്ല ആ സ്നാക്ക്. അതായത് ഇങ്ങനെ പൊട്ടി വരുമെന്നുള്ള, ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ പൊട്ടി വരുമൊന്നുമില്ല. അപ്പം ഞാൻ അതും കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. പുട്ടുപൊടിയൊക്കെ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് സമൂസയാണ്, പിന്നെ ഒരു പുട്ടുപൊടി സ്നാക്ക്, പിന്നെ ചെറുപയർ കുറച്ച് കുതിർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്നാക്കും കൂടിയാണ്.